അവിടെ ഞാൻ കാണുന്നത് മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നു. മുഖ്യമന്ത്രി ഒരു കാരണവരുടെ പരിവേഷം, അദ്ദേഹം എന്താണ് ബാക്കിയുള്ളവരെയൊക്കെ അനുഗ്രഹിക്കുന്ന ഒരു കാരണവരായി നിൽക്കുന്ന രൂപത്തിൽ, അത് മുഴുവൻ സർക്കാരിൻ്റെ എല്ലാ പ്രതികരണങ്ങളിലും ആ രൂപത്തിലാണ് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നത്. അതിൽ ജനറൽ സെക്രട്ടറി, CPM ജനറൽ സെക്രട്ടറി പറയുന്ന ഒരു പിതൃബോധം അല്ലേ, ഒരു പിതൃബോധം, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് പിതൃബോധമാണോ വേണ്ടത്? അതെനിക്ക് അത്ഭുതം തോന്നി. എങ്ങനെയാണ് അങ്ങനെ പറയാൻ? അപ്പോൾ അങ്ങനെ പറയുന്നതിലേക്ക് ജനറൽ സെക്രട്ടറിക്ക് വരേണ്ടി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊരു പഴയൊരു തറവാട്ടിലെ ഒരു കാരണവരുടെ അനുഗ്രഹം കാത്ത് നിൽക്കുന്ന കുറച്ച് ഭൃത്യന്മാരും കുറച്ച് അനുചരന്മാരും എന്ന രൂപത്തിൽ, അങ്ങനെ അല്ലാത്തവരോട് കാരണവർ പിണങ്ങും. അങ്ങനെ കാരണവരോട് അധികം ചോദ്യം ചോദിച്ചുകൂടാ, കാരണവരോട് രൂക്ഷമായ ചോദ്യങ്ങൾ ചോദിച്ചുകൂടാ, അത് ശക്തമായ ചോദ്യങ്ങൾ ചോദിച്ചുകൂടാ. അപ്പോൾ കാരണവർ വല്ലാത്ത രോഷത്തിലാകും. അപ്പോൾ മോശം പ്രതികരണങ്ങൾ കാരണവരുടെ ഭാഗത്തുനിന്ന് വരും. അതിലൊരു രാഷ്ട്രീയ ചിത്രത്തരം എന്ന് പറയാം, നിങ്ങളുടെ സൂക്കേട് എന്താണെന്ന് അറിയാം, ഈ രൂപത്തിലുള്ള ഭാഷ വരും. ഇതൊക്കെ വിമർശിക്കണ്ടേ? അത് ചോദിച്ചുകൂടെ? അത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളാണ്. ഞാൻ അന്ന് സംസാരിച്ചത് അന്ന് ശരിക്കും ഇലക്ഷൻ്റെ 2 ദിവസം മുമ്പാണ് 13 പേർ, ആ ദുരന്തബാധിതരായ 13 പേർ, വീട് കിട്ടിയ 13 പേർ അവിടെ പോയി നന്ദി പ്രകടിപ്പിക്കാൻ പോകുന്നു. വീട് കൂടലിന് പാലുകാച്ചിന് ക്ഷണിക്കാൻ പോകുന്നു എന്ന് പറയും. പാലുകാച്ച് അവരെപ്പോൾ നടത്തും? അവർക്ക് കറണ്ട് കിട്ടിയോ, വെള്ളം കിട്ടിയോ? അപ്പോൾ അവർക്ക് എന്നാണ് അവർക്ക് കയറി കൂടാനാകുന്ന ദിവസം അവർക്കറിയാമോ? ഇതാരെയാണ് പറ്റിക്കുന്നത്? ആ ചോദ്യം ചോദിക്കുമ്പോൾ ഈ സർക്കാരാണ് നാടകം കളിച്ചെന്ന് ഏത് മനുഷ്യനും കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ നാടകം കളിച്ചു എന്ന് പറയുമ്പോൾ നാടകത്തിൽ അപ്പോൾ അവരെയും കൂട്ടിയെന്നാണോ പറഞ്ഞത് എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ കാണുന്ന പാർട്ടി ചാനൽ അവിടെ ദുരന്തബാധയെ അവിടെ പോയി ലസിതയുടെ ബൈറ്റ് എടുക്കുന്നു, ലസിത കരയുന്നു. അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ഒരു സ്ത്രീ കരയാൻ പാടില്ല. ഞാൻ അവരെ വിളിച്ചു, അവരോട് സംസാരിച്ചു, അവരും കരഞ്ഞു, ഞാനും കരഞ്ഞു. കാരണം എന്നെ അവർ ഉദ്ദേശിച്ചിട്ടേ ഇല്ല, അവർക്കത് അറിയില്ല. അവരെ സംബന്ധിച്ച് ആ 3 മക്കൾ പോയ വിഷമോ, അവർക്കെല്ലാം നഷ്ടപ്പെട്ട വിഷമോ, അവർക്ക് വീട് കിട്ടുന്നു, അവർക്ക് വിവാദങ്ങൾ താല്പര്യമില്ല. സ്വാഭാവികമാണെന്നേ ഈ പോയ 13 പേർക്കും അതെ വിവാദങ്ങളിൽ താല്പര്യമില്ല. അവർക്ക് എത്രയും വേഗം അവർക്കൊരു പഴയ അവസ്ഥയിലല്ലെങ്കിലും ഒരു വീട് കിട്ടുക എന്നുള്ളതല്ലേ അവരെ സംബന്ധിച്ച്. അവരെന്തെങ്കിലും തിരിച്ചു പറയുമോ? എന്തെങ്കിലും സർക്കാരിനെതിരെ പറയുമോ? അവർ സർക്കാരിനെതിരെ പറയണമെന്നല്ലേ ഞാൻ പറയുന്നത്. പറയാൻ അവർക്ക് ധൈര്യമില്ലെന്നേ. ആ രൂപത്തിലാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന രൂപത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാനതിൽ നാടകം എന്നുള്ള വാക്കിൽ ഉറച്ചു നിൽക്കുന്നത്. ഞാൻ സർക്കാരിൻ്റെ നാടകം അല്ലെങ്കിൽ CPMൻ്റെ നാടകം എന്ന് തന്നെയാണ് ഞാൻ പറയുക. ഞാൻ അത് ദുരന്തബാധിതരെ അധിക്ഷേപിച്ചിട്ടില്ല എന്ന് ആ ദുരന്തബാധിതർക്കറിയാം. അതിൽ നിന്ന് ചിലരെ തിരഞ്ഞു പിടിച്ച് അവരുടെ ബൈറ്റ് എടുപ്പിച്ച് ആ രൂപത്തിൽ വ്യാഖ്യാനിച്ചത് കൊണ്ടുവരുന്നു. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ അറിയാം, ഏത് രൂപത്തിലേക്ക് അത് കടന്നു പോയത്. അപ്പോൾ ഇതിലൊന്നും സർക്കാരോ CPM അതിൻ്റെ ഭാഗമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കണ്ണടയ്ക്കുന്നു. എവിടെയൊക്കെ പ്രതികരിക്കണം എന്നുള്ളതും എവിടെയൊക്കെയാണ് അവൾക്കൊപ്പം നിൽക്കേണ്ടത് എന്നുള്ളതിലും കൃത്യമായി ഒരു തീരുമാനം അവർക്കുണ്ടെന്നുള്ളതാണ്.